അതാണ് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് ചോദിക്കുന്നുണ്ട്, ഒരു മസ്അല ചോദിച്ചു. അദ്ദേഹം ഹദീസ് വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു, നബി തങ്ങൾ പഠിപ്പിച്ച ഇങ്ങനെയാണ് ഇതാ ചെയ്യേണ്ടത്. അപ്പം ഇമാം അഹ്മദ് ഈ ചോദ്യകർത്താവ് ചോദിച്ചു, ഇന്ന ഇബ്നുൽ മുബാറക് ഖാല കദ വകദ, നിങ്ങൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണെങ്കിൽ ഇബ്നു മുബാറക് പറഞ്ഞ മറുപടി ഇങ്ങനെയാണല്ലോ എന്നാണ്. അബ്ദുല്ലാഹി മുബാറക് അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ പറഞ്ഞ പോലല്ല, വേറെ മറുപടിയാണ്. ഇമാം അഹ്മദ് പറഞ്ഞ മറുപടി, ഇന്ന ഇബ്നുൽ മുബാറക് ലം യൻസിൽ മിനസ് സമാ, ഇബ്നു മുബാറക് ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ ആളൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് പറഞ്ഞ എന്താണ്, നബി ഇങ്ങനെ പഠിപ്പിച്ചതാണ്. നബി പഠിപ്പിച്ചോ, നബി ഇബ്നു മുബാറക് അങ്ങനെ പറഞ്ഞു എന്നത് ഒരു പ്രസക്തിയുമില്ല. വഹയുള്ള ആളൊന്നുമല്ല, അള്ളാഹ് ഇതിലൂടെ ആകാശത്തിൽ ഇറക്കി തന്ന ആളൊന്നുമല്ല. അബദ്ധങ്ങൾ ഉണ്ടാവാം, സുബദ്ധങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഈ ചോദ്യകർത്താവ് വീണ്ടും പറഞ്ഞു, ഇബ്രാഹിം ബിൻ അദ്ഹം ഖാല കദാ വകദാ, ഇബ്നു മുബാറക് മാത്രമല്ല ഇബ്രാഹിം ബിൻ അദ്ഹമും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇമാം അഹ്മദ് പറഞ്ഞു, അലൈക്കും ബിൽ അസുൽ, നിങ്ങൾ സ്വീകരിക്കേണ്ടത് അസുലാണ്. വ്യക്തികൾ അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, അവിടെ പറഞ്ഞു, അതല്ല, അസുലാണ് സ്വീകരിക്കേണ്ടത്. لأن الشرع لم يكن ليترك لقول رجل معظم في النفوس, മനസ്സുകളിൽ വലിയ ആദരിക്കപ്പെടുന്ന ആളുകളുടെ വാക്കിന് വേണ്ടി ശറഅ മാറ്റിവെക്കാവതല്ല. വലിയ ബഹുമാനമുള്ള ആളാണ്, അയാളെ വാക്കെടുക്കാൻ വേണ്ടി സ്ഥിരപ്പെട്ട ശരീഅത്തിനെ മാറ്റിവെക്കാൻ പറ്റൂല. لأن الشرع أعظم من ذلك الرجل, അയാളേക്കാൾ ബഹുമാനം ശരീഅത്തിനുണ്ട്. ഇമാം ഷാഫി പറയുമായിരുന്നു, ആളുകളെ കൊണ്ട് ശരീഅത്ത് മനസ്സിലാകല്ല ചെയ്യുക, ശരീഅത്തിനെ കൊണ്ട് ആളെ മനസ്സിലാക്കുക ചെയ്യാന്ന്. ആളെ നോക്കിയിട്ട് ശരീഅത്ത് നിശ്ചയിക്കല്ല, ശരീഅത്തിന് സേവനം ചെയ്തുകൊണ്ടാണ് അയാൾ വലിയ ആളായത്. ഇമാം ഷാഫി വലിയ ആളായത് എന്തുകൊണ്ടാണ്? ഇമാം ഷാഫി അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്തുകൊണ്ട്. അല്ല, ഇമാം ഷാഫി സേവനം ചെയ്തുകൊണ്ട് ദീൻ വലുതായതാണോ? അല്ല. ഇമാം ഷാഫി സേവിച്ചതുകൊണ്ട് ദീന് വലിയ വലുതായി ഇല്ല, ദീനിന് എന്നും ഒരേ വലിപ്പുണ്ട്. ആ ദീന് സേവനം ചെയ്തുകൊണ്ട് ഇമാം ഷാഫി വലുതായി. ഇമാം ഷാഫിന്റെ ഉമ്മാക്കും വാപ്പാക്കും വല്ലിപ്പാക്കും ഇല്ലാത്ത സ്ഥാനം ഇമാം ഷാഫിക്കുണ്ടായി. ഇമാം ബുഖാരിന്റെ വാപ്പാക്കും വല്ലിപ്പാക്കും ഇല്ലാത്ത സ്ഥാനം ഇമാം ബുഖാരിക്കുണ്ടായി. എന്തുകൊണ്ട്? അവരൊക്കെ ചെയ്യാത്തൊരു സേവനം അതാണ് ദീനിന് വേണ്ടി ഇവർ ചെയ്തു. അപ്പൊ ആളുകൾ ദീനിന് സേവനം ചെയ്യുമ്പോൾ ആള് വലുതാകുന്നു, അല്ലാതെ ആളെ കൊണ്ട് ദീന് വലുതാകലില്ല. അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഹദീസ് അങ്ങനെ കണ്ടു, ഏതെടുക്കണ്ട് സംശയമൊന്നുമില്ല, ഹദീസ് എടുക്കുന്നു. അയാളോ എന്തേ അബദ്ധം പറ്റിയിട്ടുണ്ടാവാം എന്ന് മനസ്സിലാക്കുന്നല്ലാതെ അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ കാട്ടുക എന്ന ഒന്ന് ഇല്ല. ദീനിൽ അങ്ങനെ ഇല്ല.